ഓക്കെ, നമ്മുടെ കിടിലൻ ടേസ്റ്റിലൊരു സാമ്പാർ, വെള്ളരിക്ക സാമ്പാർ. നല്ല ടേസ്റ്റാണ്. ചോറ് കഴിക്കാനും ദോശ കഴിക്കാനും ഇഡ്ഡലി കഴിക്കാനും ഒക്കെ പറ്റിയ ഒരു സാമ്പാറാണ്. ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് എൻ്റെ കയ്യിൽ ഒരു വെള്ളരിക്ക ഉണ്ടായിരുന്നേ, അതുകൊണ്ട് ഒരു സാമ്പാർ വെക്കാനായിട്ട് പോകുവാണേ. ഒരു വെള്ളരിക്ക ഉണ്ട്, പരിപ്പൊന്നും ഇടാത്തൊരു സാമ്പാറേ. അതിന് വേണ്ടിയിട്ട് ഇതൊരു 350 ഗ്രാമുള്ള ഒരു വെള്ളരിക്കാണേ. ഇതൊന്ന് ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് സാമ്പാറിൻ്റെ ആണെങ്കിൽ കഷ്ണമാക്കി എടുത്തുകൊണ്ടേ. ഓക്കെ, നമ്മുടെ വെള്ളരിക്ക ഞാൻ അരിഞ്ഞ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേവിക്കാം. ഞാനിത് വെള്ളരിക്കൊന്നും അധികം വേവില്ലാത്തതാണ്, എന്നാലും കാര്യം ഗ്യാസൊക്കെ ഇട്ടപ്പോൾ പാടല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഇപ്പം ഞാൻ എന്തും ഗ്യാസിലാണ് കൂടുതലും വെക്കും, അല്ല ഗ്യാസിലല്ല, പ്രഷർ കുക്കറിനകത്താണ് വെക്കുന്നേ ഒരുവിധം എല്ലാ സാധനങ്ങളും. കാര്യം ഗ്യാസൊക്കെ നമുക്ക് ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരും, ബുക്ക് ചെയ്യാൻ പാടാണ്. പിന്നെ ബുക്ക് ചെയ്താൽ കിട്ടാൻ 2 ആഴ്ച എടുക്കും. അപ്പോൾ അതുകൊണ്ട് വെള്ളരിക്ക കഴിയത് ഇങ്ങോട്ടിടാം, കുക്കറിലിടാം. ഇതിനകത്ത് ഒരു വലിയ തക്കാളി അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 പച്ചമുളക് ഇതിൻ്റെ മേളിലൊന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിയിട്ട് കൊടുക്കണേ. പിന്നെ 2 തണ്ട് കറിവേപ്പില. പിന്നെ ഇതിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിനകത്ത് ആവശ്യമുള്ള ഉപ്പ്. ഇനി നമുക്കിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേ. ഇതൊരു 2 വിസിൽ നമുക്ക് എടുക്കാം. 2 വിസിൽ കഴിഞ്ഞിട്ട് ഓഫാക്കേ. ഗ്യാസ് ഓണാക്കാം. ഇത് 2 വിസിൽ കേൾക്കട്ടെ. ഇത് ഈ സമയം കൊണ്ട് നമുക്ക് ഇന്നൊരു മസാല റെഡിയാക്കാം. നമുക്ക് ഈ കുക്കർ ഈ അടുപ്പിലോട്ട് വെക്കാം. നമുക്കിതിനകത്തോട്ട് പാൻ വെച്ച് കൊടുക്കാം. ചൂടാവട്ടെ. ചൂടായ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ശകലം. 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു കഷ്ണം കായം, ചെറിയൊരു കഷ്ണം കായം. പിന്നെ കായത്തിൻ്റെയൊക്കെ മണം ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ചിട്ട് കൊടുക്കാം. ഞാൻ ചെറിയൊരു കഷ്ണം കായം എടുത്തിട്ട് അത് ഒന്ന് ഇങ്ങനെ പരത്തി കേട്ടോ. കായം ഒന്ന് ഉള്ള് മൊരിയാൻ വേണ്ടിയിട്ടേ കായം ഇങ്ങനെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. കായം ഒന്ന് മരിഞ്ഞ് വരണേ. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി, ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ചവ്വരി. ചവ്വരിയില്ലേ, അത് നമ്മൾ പായസത്തിനൊക്കെ ഇടുന്ന. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇതിന് മണം വരത്തില്ലേ, അതുവരെ ഒന്ന് വറുത്തെടുക്കാം. വെള്ളരിക്ക ഒന്ന് വെന്തതുകൊണ്ട് ഒരു വിസിൽ വന്നേ. ഇനി നമുക്കിതൊന്ന് ഓഫാക്കാം. ഇതൊന്ന് തണുക്കട്ടെ. മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്ത് കിട്ടട്ടെ. രണ്ടാമത്തെ പ്രഷർ വന്നു. ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഇനി ഇതിൻ്റെ പ്രഷർ മൊത്തം ഒന്ന് പോട്ടെ. ഇതൊന്ന് തണുത്തും കിട്ടട്ടെ. നമ്മുടെ മല്ലിയും ഈ ചവരിയൊക്കെ നല്ല തണുത്തേ. കായൊക്കെ തണുത്ത്, ഇത് തണുത്തിട്ടേ പൊടിക്കാവുള്ളേ. കാര്യം ഇത് കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് നല്ല. അതുകൊണ്ടാണ് ഈ പതുക്കി ഇട്ട് കൊടുക്കുന്നത് കായം പൊടിയാൻ വേണ്ടിയിട്ടേ.
അപ്പം നമുക്കിത് നല്ലതുപോലെ ഈ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിത് പൊടിച്ചെടുത്തുകൊണ്ട് വരട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രഷറും വെള്ളരിക്കയുടെ പ്രഷറൊക്കെ പോയിരിക്കും. നമ്മുടെ മല്ലിയും കായവും ചവരിയില്ലേ അത് പൊടിച്ചത് ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഗ്യാസ് ഓണാക്കേ. ഞാനിപ്പം ഉലുവയും കായൊക്കെ വറുത്ത പാൻ തന്നെ ഇതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. മതിയേ. നോക്കിയേ, എണ്ണ ചൂടാവട്ടെ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നമ്മുടെ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഓക്കെ, ഇതൊക്കെ വെന്തിട്ടുണ്ട്. വെള്ളരിക്കയ്ക്ക് വലിയ വേവില്ലല്ലോ. ഗ്യാസ് എത്ര കുറയ്ക്കുക അത്രയും കുറയ്ക്കുക. എണ്ണ ചൂടാവട്ടെ. ചൂടായ എണ്ണയിലോട്ട് ഒരു 1.5 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്ത് കടുക് കംപ്ലീറ്റ് പൊട്ടട്ടെ. പൊട്ടിയ കടുകിലോട്ട് ഒരു 15 കഷ്ണം സാമ്പാർ പൊടിയുണ്ട്, അതിട്ട് കൊടുത്തു. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. നോക്കിയേ എൻ്റെ 2 കുട്ടിക്കുറുമ്പന്മാർ. ഓക്കെ, നമ്മുടെ ചെറിയ ഉള്ളി വഴന്നു വന്നേ. നല്ലതുപോലെ വഴന്നു. ചെറിയ തീയിലിട്ട് വേണം വഴറ്റിയെടുക്കട്ടെ. ഒരു 1.5 മിനിറ്റ് മതിയേ ചെറിയ തീയിലിട്ട്. ഇനി ഇതിനകത്ത് ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. എരിക്കനുസരിച്ച് അവരവരുടെ എരിക്കനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കേ. അത് ഞാൻ 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 തണ്ട് കറിവേപ്പില അതും ഇട്ട് കൊടുക്കേ. ഇനി ഞാൻ ഇതിങ്ങോട്ട് മാറ്റി വെക്കാണ്. നമ്മൾ വെള്ളരിക്ക ഇട്ടേ. ഈ വെള്ളരിക്ക നമുക്ക് ഗ്യാസ് ഓണാണ്. ഇച്ചിരി തീ കൂട്ടി കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഈ റെഡിയാക്കി വെച്ച കുഞ്ഞുള്ളിയും ഈ മുളകൊക്കെ ഇല്ലേ അതിങ്ങോട്ട് വെച്ചു കൊടുക്കേ. ഇനി ഇതിലോട്ട് ഇപ്പം നമ്മൾ ഈ പൊടിച്ച് വെച്ച പൊടിയില്ലേ അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് കുറേ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കലക്കിയെടുക്കേ. നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒന്ന് കലക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കേ. ഇനി തീ ഒന്ന് കൂട്ടി കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് നല്ല ഒന്ന് തിളയ്ക്കട്ടെ. ബാക്കി പിന്നെ ഇതിനകത്തുള്ള ചേർക്കുന്ന സാധനങ്ങൾ ചേർക്കേ. തീ ഞാൻ മാക്സിമം ഇട്ട് കൊടുത്തേക്കാണ്, ഫുള്ള് ഇട്ട് കൊടുത്തേക്കാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രഷറിൻ്റെ റബ്ബറൊക്കെ മാറ്റാം. ഇനി വെറുതെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഇതൊന്ന് നല്ല തിളയ്ക്കട്ടെ. സാമ്പാർ നോക്കാം. സാമ്പാർ നല്ല തിളച്ച് നല്ല മണം. എന്താ നല്ല മണം. ഇനി ഇതിനകത്തിൻ്റെ മെയിൻ സംഗതി ഇട്ടിട്ടില്ല. ഇനി ഇതിനകത്ത് തീ ഒന്ന് കുറയ്ക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്. ഓക്കെ,
നല്ല കുറുകുറുത്ത സാമ്പാർ. ഇനി ഇതിനകത്ത് ഇതിനാവശ്യമുള്ള പുളി അവരവർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ അളവിനനുസരിച്ച് 1 ടേബിൾ സ്പൂണോളം പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പുളിയുടെ പേസ്റ്റാണേ. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഇനിയിപ്പം കടുക് വറുപ്പൊന്നുമില്ല, എല്ലാം കഴിഞ്ഞില്ലേ, താളിച്ചൊക്കെ നമ്മൾ ഉള്ളി വാട്ടിയപ്പോഴേ ഒന്ന് ഉപ്പ് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റുള്ള സാമ്പാറാണ്. ഈസിയാണ് വെക്കാനായിട്ട്. ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേ. ഇനി ഇതിനകത്ത് വേറെ ഒന്നുമില്ല, കുറച്ച് ഫ്രഷ് മല്ലിയില ഇട്ട് കൊടുക്കേ. ഗ്യാസ് ഓഫാക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഞാനൊരു പാത്രത്തിലോട്ട് പാർന്ന് വെക്കേ. ഇതൊന്ന് പാർന്ന് വെക്കാം. ഞാനൊന്ന് പാർന്ന് വെക്കട്ടെ. ഓക്കെ, നമ്മുടെ കിടിലൻ ടേസ്റ്റിലൊരു സാമ്പാർ, വെള്ളരിക്ക സാമ്പാർ. നല്ല ടേസ്റ്റാണ്. ചോറ് കഴിക്കാനും ദോശ കഴിക്കാനും ഇഡ്ഡലി കഴിക്കാനും ഒക്കെ പറ്റിയ ഒരു സൂപ്പർ സാമ്പാറാണ്. മണമാന്നറിയാം ഇതിന്. കാര്യം ഈസിയാണ്. പരിപ്പ് വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ തോരൻ പരിപ്പിൻ്റെ സാമ്പാർ പരിപ്പിൻ്റെ ആവശ്യമില്ല, മസൂർ ദാളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ സാമ്പാർ പൊടി വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ അടിപൊളി ടേസ്റ്റോടുകൂടിയ സാമ്പാറാണ്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.